ഇപ്പം നമ്മളിതിൻ്റെ മറുഭാഗത്ത് എത്തിയിട്ടുണ്ട്. സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഇതിൻ്റെ അടിയിലാണെന്ന് പറഞ്ഞല്ലോ, വെള്ളത്തിനടിയിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2 കൊല്ലം കൊണ്ട് പണി തീർത്തെടുത്താണ്. അത് അവിടെ ഒരു പാലം കാണുന്നില്ലേ, ആ പാലത്തിൻ്റെ അവിടെ ബ്ലോക്ക് ഇട്ടിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ച ശേഷം വലിയ കുഴി താഴെ വരെ എടുത്തു. അതിന് ശേഷം ഇവിടെ സൈക്കിൾ പാർക്ക് ഉണ്ടാക്കി. അത് എത്രമാത്രം താഴത്തിലാണെന്ന് നമുക്ക് നോക്കാം. അവിടെ പാർക്ക് ചെയ്ത സൈക്കിളുകൾ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരാണിത്. ഈ ബെൽറ്റ് വഴി നമുക്ക് താഴോട്ടാണ്. ബോട്ടുകൾ കടന്നു പോകുന്നു. അപ്പോൾ ഇത് ഈ വെള്ളത്തിൻ്റെ ലെവലിനൊപ്പമാണ് ഇപ്പം. വീണ്ടും അത്രയും ഇറക്കത്തിലോട്ട് വീണ്ടും പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ അടിയിലെത്തി. കക്കറ അല്ലേ? ഇതാണ് വെള്ളത്തിനടിയിലെ അതിശയകരമായ സൈക്കിൾ സ്റ്റാൻഡ്. ഈ സൈക്കിളുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് വാടകയ്ക്ക് എടുത്തിട്ട് ആംസ്റ്റർഡാമിൽ കൂടെ മുഴുവൻ സഞ്ചരിക്കാം. മഞ്ഞ പെയിൻ്റടിച്ചിരിക്കുന്ന നീലയും മഞ്ഞയുമായിട്ടുള്ളത് ഇതെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഓരോ സെറ്റിലും 100 കണക്കിന് സൈക്കിളുകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ സൈക്കിളുകൾ കൊണ്ട് വെച്ചിട്ടാണ് നെതർലൻഡ്സുകാരുടെ യാത്ര മുഴുവൻ. ലോകത്തിൽ ഇത്തരത്തിലുള്ളതൊന്നും വേറെ ഒന്നും കാണാൻ സാധ്യതയില്ല. ഇതിൻ്റെ മുകളിൽ കൂടി മെട്രോ സ്റ്റേഷനും ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഷിപ്പുകൾ ഓടുന്നുണ്ട്. അതിൻ്റെ മേലേക്കടെ മെട്രോ സ്റ്റേഷനുമാണ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. നോക്കത്താ ദൂരത്ത് സൈക്കിളുകളാണ് മുഴുവൻ. സൈക്കിളുകളെല്ലാം ട്രാക്കിൽ കയറ്റി വെക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇല്ല, ചെറുതായിട്ടുണ്ട്. ഇത് വഴിയാണ് സൈക്കിളുകൾ താഴേക്ക് കയറ്റുന്നത്. ധാരാളം സൈക്കിൾ ഇറക്കിക്കൊണ്ടിരുന്നു. മുകളിലത്തെ നിലയിൽ വെച്ച സൈക്കിളാണ് അത് താഴേക്ക് ഇറക്കുന്നത്.